അലിൻ ജോസുമായിട്ട് എന്തായിരുന്നു പ്രശ്നം? അതെന്താണ്, ആള് എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഇത് ചെയ്യാൻ വരാൻ പറഞ്ഞു വർക്ക്. ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര പൈസ വേണമെന്ന്, അത് നടക്കൂല, അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. അല്ല, ചേച്ചിക്ക് ഏജ് കൂടി പോയി എന്നൊക്കെ പറഞ്ഞു. ദിവസം ഏതായാലും ഇളയതല്ല, എന്റെ ഒത്തിരി വയസ്സിന് ആളെ കണ്ടാലും ഇളയതാണെന്ന് പറയുമല്ലോ. എന്നെ കണ്ടാൽ നല്ലതായിട്ട് ഏജ് തോന്നിക്കുമല്ലോ. പക്ഷെ അവൻ തന്നെയല്ലേ ഇങ്ങോട്ട് വിളിച്ചത്? അവൻ തന്നെയല്ലേ ഇങ്ങോട്ട് വിളിച്ചത്? കുറെ നാളായിട്ട് വിളിച്ചോണ്ടിരിക്കുന്നു. ഏജിലൊന്നും അല്ല കാര്യം. ആള് പറഞ്ഞ ചേച്ചിക്ക് ഏജ് കൂടുതലാണ്, ചേച്ചിക്ക് 30 വയസ്സുണ്ട്. അലിൻ ജോസ് എനിക്ക് 30 അല്ല, എനിക്ക് 34 വയസ്സുണ്ട്. 30 അല്ല, എനിക്ക് 34 വയസ്സുണ്ട്. അലിൻ ജോസ് പറഞ്ഞ എനിക്ക് ഏജ് കൂടുതലാണ്, 30 വയസ്സുണ്ട്. 30 അല്ല, എനിക്ക് 4 വയസ്സിനും കൂടെ കൂടുതലാണ്, 34 ഉണ്ട്. ആദ്യകാലത്ത് നിങ്ങൾ ഒന്നിച്ച് വീഡിയോ ഒക്കെ ചെയ്തല്ലേ? ഞങ്ങൾ ഒന്നിച്ച് വീഡിയോ ചെയ്തതല്ലോ, അത് ഞങ്ങളെ ഒരു ഡയറക്ടർ, ഷാഹിദ് എന്ന് പറയുന്ന ഡയറക്ടർ നമ്മളെ വിളിച്ചിട്ട്, അല്ലാതെ ഞങ്ങൾ ഇപ്പൊ ഈ അലിൻ ജോസ് ചെയ്യുന്ന പോലത്തെ റീലല്ല രേണുസുതി തന്നെ ചെയ്ത അലിൻ ജോസിന്റെ കൂടെ. ഒരു ഡയറക്ടറിന്റെ ഇതില് 2 വെബ് സീരീസ്, 2 ആൽബമാണ് ചെയ്തത്. അതിന്റെ ഇടയ്ക്ക് മീഡിയാസ് എല്ലാം വന്നപ്പോ ഒന്ന് ജസ്റ്റ് കറക്കാൻ പറഞ്ഞു, റീല് പോലെ ചെയ്തത്. അതാണ്, അല്ലാതെ അലിൻ ജോസിലൂടെ ഞാൻ റീൽ ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തത് ആൽബത്തിന്റെ ഷൂട്ടിനും അതുപോലെ ഒരു ഷോർട്ട് ഫിലിം അല്ല, അത് 2.5 മണിക്കൂറിന്റെ ഒരു യൂട്യൂബ് OTT മൂവിയാണ് ചെയ്തത് അലിൻ ജോസിന്. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തപ്പം അലിൻ ജോസ് ഇപ്പം കാണിച്ചത് ഒരു കൊള്ളരുതായ്മയെ തോന്നുന്നുണ്ടോ? ഫ്രണ്ട്ഷിപ്പ് ഞാൻ അങ്ങനെ ആരോടുമായിട്ട് അധികം ഫോണിലൂടെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും വെക്കാറില്ല. അതെല്ലാവർക്കും എന്നെ അറിയാവുന്നവർക്കറിയാം. കാര്യം പറയാൻ സംസാരിക്കും, അല്ലാതെ പിന്നെ നേരിട്ട് കാണാൻ വേണ്ടി. അലിൻ ജോസ് ആ പേഴ്സണൽ വോയിസ് ഇട്ടുകൊണ്ടാണ്. അലിൻ ജോസ് എന്ത് പറഞ്ഞിട്ടുള്ള മറുപടിയാണെന്ന് നമുക്ക് അറിയണ്ട. അതിനാണ് സജിനി ചേച്ചിയുടെ വ്ളോഗിലൂടെ അലിൻ ജോസ് തന്ന ആ വോയിസ് പുറത്തുവിട്ടത്.